ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഡെയിലി ചെയ്യുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് സോഷ്യൽ മീഡിയ യൂട്യൂബെല്ലാം കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എങ്ങനെ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് കട്ടൗട്ട്സ് എങ്ങനെ എടുക്കാം, അത് നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പം അതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. അപ്പം അതിനായിട്ട് ആദ്യം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം പേജിൽ യൂട്യൂബ് തംബ്നെയിൽ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പോകുന്ന പേജിൽ യൂട്യൂബ് തംബ്നെയിലിൻ്റെ റേഷ്യോ ആയിട്ടുള്ളൊരു പേജിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് അതിലുണ്ടാവും, അതായത് ഓൾറെഡി അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് പോകുമ്പം നമ്മുടെ കണ്ടൻറ് അനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണോ ചെയ്യുന്നത് അത് റിലേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സൊക്കെ നമുക്ക് അതിൽ കിട്ടും, ഡിസൈൻസൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം വ്ളോഗ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് തന്നെ കാണുന്നൊരു തംബ്നെയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത്. ഇനി ഇതിനെ നമ്മളൊന്ന് റീ എഡിറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് ഇമേജസും ഫോൺസും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടേതായ രീതിക്ക് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട ആ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ചെയ്യുമ്പം തന്നെ റീപ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അത് ഡയറക്റ്റായിട്ട് ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ പോയിട്ടാകുമ്പോൾ നമ്മൾ ഓൾറെഡി തംബ്നെയിലിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഫോട്ടോസ് ഉണ്ടാവും. ഏതർ നിങ്ങൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് തന്നെ ഫോട്ടോസും കൂടി എടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമ്മളിൽ എത്ര ഫ്രെയിംസ് ആണോ ഉള്ളത് അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു ഫോണ്ടും ഒരു ടെക്സ്റ്റും റെഡി ആയിട്ടുണ്ടാവും. അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റിൽ ഏതാണോ അതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഫോർ എ സേക്ക് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മിനി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫോൺസ് ഉണ്ട്. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തിട്ട് അതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ എന്താണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റീപ്ലേസ് ചെയ്ത ഇമേജസ് എല്ലാം ഒന്ന് ക്രോപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രീമിയം വേർഷൻ വേണം. അതല്ല സൂം ഇൻ സൂം ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഏത് പോർഷനാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം അത്ര ആയിട്ടാകുമ്പോൾ നമ്മുടെ ഇമേജും പിന്നെ ടെക്സ്റ്റും ഫോണ്ടും ഒക്കെ ഇവിടെ റെഡിയായി. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ മെയിൻ ടൈറ്റിൽ ഉണ്ടല്ലോ, അതായത് ഹെഡിങ് പോലെ കൊടുത്തിട്ടുള്ള ടൈറ്റിലിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു ഫോണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. സൈസും പിന്നെ അതിൻ്റെ സ്റ്റൈലും അതുപോലെ കളറൊക്കെ ഡിഫോൾട്ടാണല്ലോ. അപ്പം നമുക്കത് വേണ്ട കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിനത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ നമുക്ക് ഇഷ്ടംപോലെ എഡിറ്റിംഗ് ഓപ്ഷൻസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണ്ട ഫോണ്ടിലേക്ക് മാറ്റാം, വേണ്ട സൈസിലേക്കൊക്കെ മാറ്റാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ തന്നെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടാവും. ആ എലമെൻറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എലമെൻറ്റ്സ് കിട്ടും. എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലിപ്പം ഫ്രെയിംസ് ഉണ്ടാവും, ഗ്രിഡ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും നമുക്ക് ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണോ അതിൽ ഏതാണോ വേണ്ടത്, ജസ്റ്റ് ഇപ്പം ഞാൻ ആസ്തെറ്റിക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആണ് ആസ്തെറ്റിക് എന്ന് ടൈപ്പ് ചെയ്ത് ഗ്രാഫിക്സ് എടുക്കുമ്പോൾ ഇഷ്ടംപോലെ ഗ്രാഫിക്സ് കിട്ടും. അതിൽ കൂടുതലും പ്രോ വേർഷൻ, അതായത് നമ്മളെ പ്രീമിയം വേർഷൻ ആയിരിക്കും, പെയ്ഡാണ്. അതല്ലാതെ തന്നെ കുറേ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഗ്രാഫിക്സും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തംബ്നെയിലിലേക്ക് അത് ആഡ് ആയിക്കോളും ആ പേജിലേക്ക്. പിന്നെ അതിനെ നിങ്ങൾക്ക് റീസൈസ് ചെയ്യാം, റീലൊക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമാണ് അത് ജസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ സിമ്പിളായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സേവ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് സേവ് ചെയ്യണം, ഡൗൺലോഡ് ഇമേജ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് സേവ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പം ഡയറക്റ്റ് അത് നമ്മുടെ ഗാലറിയിലേക്ക് പോയിട്ട് സേവ് ആയിട്ടുണ്ടാവും.
പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സിംഗിളായിട്ടൊരു ഇമേജ്, അതായത് ഇതുപോലെ കൊലാഷൊന്നും ചെയ്യാണ്ട് സിംഗിളായിട്ടൊരു ഇമേജാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഹോം പേജിൽ പോയിട്ട് ഒന്നുകൂടി യൂട്യൂബ് തംബ്നെയിലിൽ അടിക്കുമ്പോൾ ആ റേഷ്യോ ഉള്ള പേജ് ഓപ്പൺ ആവും. അപ്പം നിങ്ങൾ ആ ഒരു സ്ക്രീനിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് റീപ്ലേസ് അടിക്കുമ്പോൾ ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഏതാണോ ആ ഒരു സിംഗിൾ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് ആ ഒരു ഇമേജ് നമ്മുടെ ഈ തംബ്നെയിലേക്ക് ആഡ് ആയിക്കോളും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതെങ്ങോട്ടേക്കാണോ വേണ്ടതെന്ന് ഒന്ന് മൂവ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ട ലൊക്കേഷൻ, വേണ്ട ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഫോൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്ത് ടെക്സ്റ്റ് ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പം ഓൾറെഡി ആയിട്ടുള്ള ഡിഫോൾട്ട്, അതായത് ഇതിൽ സെറ്റ് ആയിട്ടുള്ള പെയ്ഡ് ആൻഡ് ആസ് വെൽ ആസ് ഫ്രീ ആയിട്ടുള്ള കുറേ ടെക്സ്റ്റ് ആൻഡ് ഫോൺസ് അതിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം അത് ഡയറക്റ്റ് എന്താവും, നമ്മൾ ഈ ആഡ് ചെയ്ത് വെച്ച ഇമേജ് ഉണ്ടാവുമല്ലോ ആ ലേഔട്ട്, അതിലേക്ക് ഇത് ആഡ് ആവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തന്നെ കാണുന്നതും ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിനെ വേണ്ട കളറിലേക്ക് മാറ്റാം. അതൊന്ന് ടാപ്പ് ചെയ്യുമ്പം താഴെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കിട്ടും. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പം നമ്മൾ അതിലുള്ള സംഭവങ്ങളൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ തന്നെ ടെക്സ്റ്റ് ജസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഹെഡ്ലൈൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ ടൈറ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ടൈറ്റിൽ കൊടുക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കളറ് മാറ്റാം. അപ്പോൾ ഇപ്പം ഡിഫോൾട്ടായിട്ട് അത് ബ്ലാക്കിലായിരിക്കും ഉണ്ടാവുക. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഇമേജിലേക്ക് ഏതാണോ സൂട്ടായി വരുന്നുള്ളത് അത് ആക്കിയാൽ മതി. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് വൈറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം വൈറ്റ് ആയിരിക്കും എപ്പോഴും ഒന്ന് നമ്മുടെ തംബ്നെയിൽ അട്രാക്റ്റ് ആയിട്ട് വെക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യെല്ലോ റെഡൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി നമ്മുടെ തംബ്നെയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം താഴെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോൺസിനെ കേർവ് ചെയ്യാനും സ്ട്രൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും എല്ലാം അതിൽ താഴത്തെ ആ ഒരു ബാറിൽ അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തംബ്നെയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് കട്ടൗട്ട്സ് ആഡ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഇൻഷോട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രീമിയം വേർഷൻ ഉണ്ടെങ്കിൽ അത് ക്യാൻവയിൽ ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ഇൻഷോട്ടിലാണ് ചെയ്യുന്നുള്ളത്. ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്യാം. അതിൻ്റെ താഴെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം എന്താ ഇതുപോലെ നമുക്ക് വേണ്ട ഒരു സ്ഥലം മാത്രം നമുക്ക് കട്ടൗട്ട് ചെയ്ത് കിട്ടും. അതുപോലെ അതിൻ്റെ ഔട്ട്ലൈൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് വേണ്ട പോലെ റീസൈസ് കൊടുത്തിട്ട് ഒന്ന് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി. അപ്പോൾ കട്ടൗട്ട് റെഡിയായി. പിന്നെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച യൂട്യൂബ് തംബ്നെയിൽ, അതായത് ആ തംബ്നെയിലിൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒന്നുകൂടി എടുക്കുന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് താഴെ പോയിട്ടാകുമ്പോൾ ക്യാമറ റോൾ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഫസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ച കട്ടൗട്ടായിരിക്കും അതിൽ വരാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പേജിലേക്ക് ആഡ് ആവും. പിന്നെ നമുക്കത് ഏത് പ്ലേസിലാണോ വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താഴെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഒപ്പാസിറ്റി എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ബ്രൈറ്റ്നെസ്, അതായത് അതിൻ്റെ ഒരു കട്ടി എന്ന് പറയുമല്ലോ, അതൊന്ന് കുറക്കാനോ അല്ലെങ്കിൽ ഒന്ന് ലൈറ്റനോ അല്ലെങ്കിൽ ഡാർക്കനോ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ആ ബാക്കിലുള്ള ഫോണ്ട് കുറച്ച് കാണണം, അതുപോലെ ഇമേജ് മുകളിലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ടൗട്ട് ചെയ്തിട്ടുള്ള തംബ്നെയിലും നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.